ഹായ് ഓൾ, ഇറ്റ്സ് വെനസ്ഡേ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വെച്ചാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയായാലും ഉണ്ടാവും. എന്നാലും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 പോട്ട് ചിക്കൻ കറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം ഈ ഒരൊറ്റ പോട്ടിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഗരം മസാലയുടെ ഐറ്റംസ് ഇല്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കുകയാണ്. അപ്പോൾ ഈ ഒരു വറക്കുന്ന പൊടി മുഴുവൻ ഞാൻ ചിക്കൻ കറിയിലൊക്കെ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി എനിക്ക് സ്റ്റോറും ചെയ്യാം. ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 4 പീസോളം പട്ട എടുത്തിട്ട്, പിന്നെ കുറച്ച് നമ്മുടെ കറയാമ്പൂ, 2 ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ജസ്റ്റ് ഒരു നുള്ളു പെരിഞ്ചീരകം, പിന്നെ 1 പീസോളം ജാതിക്കയും ജാതിപത്രിയും, ഒരു 10ഓളം കായ്മുളകും, 1 പിടി കുരുമുളകും, ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കും. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണേ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുമ്പിൻ്റെ ഒക്കെ പോട്ടാവുമ്പോൾ ചൂട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കാസ്റ്റ് അയൺ പോട്ടിലൊക്കെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇരുമ്പ് ചീനച്ചട്ടിയിലും പിന്നെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വേറെ തന്നെയായിരിക്കും. ഇത് വറക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ 4 വല്യുള്ളിയും 2 തക്കാളിയും, പിന്നെ ഒരു 4 or 5 അല്ലി വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അതിനിടയിൽ ഞാൻ നമ്മുടെ പട്ട, ഗ്രാമ്പൂ അതൊക്കെ പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാൻ തന്നെ ഒന്നുകൂടി ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ അരച്ചില്ലേ, അത് ഈ പാനിലേക്ക് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ മസാലയില്ലേ, അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനിയിപ്പം നമ്മുടെ ഇതിലേക്ക് മഞ്ഞൾ വന്നിട്ടില്ല, അതുകൊണ്ട് മഞ്ഞൾ കൂടി ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം നമ്മുടെ കഴുകി വെച്ച ചിക്കനില്ലേ, അതും കൂടി ഇതിലേക്ക് ഇടുക. ഉപ്പ് ഇടുക. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ നമുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ അത് മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ എനിക്ക് ഇപ്പം കിട്ടിയതാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ കഴുകി ആ സ്പോട്ടിൽ തന്നെയാണ് ഞാൻ ഈ കറിയും കൂടി വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് ഇടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കാസ്റ്റ് അയണിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ചിക്കൻ കറി, മുട്ടക്കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും. അത് നല്ല രസമായിരിക്കും. നമ്മൾ ബ്ലാക്ക് കളറിൽ വന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കറിവേപ്പിലൊക്കെ വരുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. നമുക്ക് കാണാനും കഴിക്കാനും തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ടാക്കി കഴിഞ്ഞ് വേഗം തന്നെ പാത്രം മാറ്റണം. അതായത് കുറേ വർഷം പഴകിയ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ലേറ്റസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ഇരുമ്പിൻ്റെ കറ വരും. ഇനിയിപ്പോൾ അത് പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരണ്ട് സെറ്റാകുന്നൊരു സമയത്ത് കുറച്ച് പഞ്ചസാര, അതായത് 1 നുള്ളു പഞ്ചസാരയും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ടൊമാറ്റോ സോസൊക്കെ ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ പാക്കറ്റ് അൽഫാമൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ, അത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങ് യൂസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്തോട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർ കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കളർ എൻഹാൻസ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചേർത്തത് എരിവുള്ള മുളകാണ്. ഒരു 10 കായ്മുളക് ചേർത്തില്ലേ, അത് എരിവുള്ളതാണ് കേട്ടോ. അങ്ങനെ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള എന്നാൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇടുന്നതിന് പകരം നമുക്ക് മുട്ട, ബോയിൽ ചെയ്ത മുട്ട ഇട്ടിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം അല്ലേ. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ മഷ്റൂം, അതൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്കും പുട്ടിനും നമ്മുടെ നെയ്ച്ചോറിനും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.